വയനാട്ടിലെ ജനങ്ങളോട് പിണറായി സർക്കാർ സ്വീകരിച്ചത് ജനദ്രോഹ നിലപാടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ പേരിൽ ജനം തെരുവിൽ അടികൊള്ളുന്നു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ കൊടുത്ത പണം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. മുന്നിൽ മെഡിക്കൽ കോളേജ് എന്നും ബോർഡ് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആവില്ല എന്നെങ്കിലും പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും തിരിച്ചറിയണം. അവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. മാത്രമല്ല, ഈ വനം മന്ത്രി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വനം മന്ത്രി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല. ഇന്നലെ ഒരു സർവകക്ഷി യോഗം നടന്നു. ആ സർവകക്ഷി യോഗത്തിൽ പോകാൻ പോലും വനം മന്ത്രിക്ക് മനസ്സില്ല. ഇങ്ങനൊരു വനം മന്ത്രിയെ എന്താണ് പിണറായി വിജയൻ സംരക്ഷിച്ച് നിർത്തുന്നത്? ഈ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ആ പണമടക്കം ചെലവഴിക്കുന്നില്ല. അതേപോലെ ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് വരികയാണ്. കോഴിക്കോട് വരുന്നത് എന്തിനാ? മുഖം മിനുക്കാൻ വേണ്ടി, PR എക്സസൈസ്. ജനം മരണവുമായിട്ട് മുഖാമുഖം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖം മിനുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ PR എക്സസൈസിന് 18 ലക്ഷം ചെലവാക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് വയനാട്ടിൽ പോവുകയാണ്.